ഗിഫ്റ്റ് ബോക്സാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു A4 സൈസിലുള്ള കളർ പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതൊരു ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കത് മാർക്ക് ചെയ്തിട്ടും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു രീതിയിൽ അങ്ങ് കട്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഹാർട്ട് ഷേപ്പിലൊരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് വേറൊരു കളറും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയേക്കണേ. ഗിഫ്റ്റ് ബോക്സിന് ഏറ്റവും അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ കാർഡ്ബോർഡ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പേപ്പർ ബാഗുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പേപ്പർ ബാഗ്, നമുക്കിതിന് പകരം കാർഡ്ബോർഡ് ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ കാർഡ്ബോർഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒട്ടിക്കാനായിട്ട് കുറച്ചും കൂടെ ടഫായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഈ പേപ്പർ എടുത്തത്. ഫസ്റ്റത്തെ ഹാർട്ട് ഷേപ്പ് എടുത്ത് തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഹാർട്ട് ഷേപ്പും നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ സെയിം ഷേപ്പിൽ തന്നെയാണ് നമ്മളെല്ലാം ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. 2 കളറ് വീതം ഇപ്പം നമ്മൾ 6 എണ്ണം ഇതുപോലെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സെയിം കളറിൽ തന്നെ റെഡ് എടുക്കാം. റെഡിൽ നമ്മളൊരു 1.5 ഇഞ്ചസ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിൽ 1.5 ഇഞ്ചസിൽ 1/2 ഇഞ്ചസ് സെപ്പറേറ്റ് മാർക്ക് ചെയ്യണം ഓരോ സൈഡും. നമ്മളിപ്പോൾ 3 എണ്ണമായിട്ട് നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3 എണ്ണം മാർക്ക് ചെയ്യുമ്പോഴും ഈ 1/2 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ, അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട്. അതോടുകൂടി ചേർത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച ഈ പേപ്പേഴ്സ് അതിൽ 1/2 ഇഞ്ചസ് നമ്മൾ കട്ട് ചെയ്തല്ലോ, ആ 1/2 ഇഞ്ചസിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ സൈഡ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ടോട്ടൽ നമ്മൾ 3 എണ്ണം അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് 3 എണ്ണം ഒരുപോലെ ചേർത്ത് കുറച്ച് വലുതായിട്ട് ലെങ്ത്തിൽ ഇതുപോലെ എടുക്കുക. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഹാർട്ട് ഷേപ്പ്, അത് വൈറ്റ്, ഉള്ളിൽ നമ്മൾ കട്ടിയുള്ളത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിൽ 2 കളേഴ്സ് സെയിം കളർ തന്നെ ഇപ്പുറത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യം റെഡാണ് ഒട്ടിച്ചത്. അപ്പോൾ 2 സൈഡിലും റെഡ് തന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷം എങ്ങനെ വന്നാലും സൈഡിലൊക്കെ കുറച്ചൊരു അൺഈവനായിട്ട് കിടക്കും. അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ വൈറ്റ് പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്തൊന്ന് പെർഫെക്റ്റാക്കി കൊടുക്കാം. ഒരു സൈഡ് കട്ട് ചെയ്ത് നമ്മളൊരു റീലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം. അപ്പോൾ ഇതിൻ്റെ ഈ ഹാർട്ട് ഷേപ്പ് ഗമ്മൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റായതിന് ശേഷം നമുക്ക് ഈ റീലെടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിൽ ഒട്ടിക്കുമ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്തിരുന്ന ഭാഗങ്ങളില്ലേ, ആ സൈഡാണ് ഇതിൻ്റെ ഹാർട്ടുമായിട്ട് ചേർത്ത് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. നമ്മൾ ഹാർട്ടിൽ ഗം തേച്ചിരിക്കുന്നത് താഴത്താണ്. അപ്പോൾ താഴെ നിന്നാണ് നമ്മൾ ഈ സെയിം റീൽ ഒട്ടിക്കുന്നത്. റീൽ ഒട്ടിച്ചെടുത്തിട്ട് ഫുൾ ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അത് തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. തിരിച്ച് ഫോൾഡ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള റീൽ അവിടെ ബാക്ക് സൈഡിൽ തന്നെ ഒന്നും കൂടെ ഒട്ടിച്ച് കൊടുക്കണം നന്നായിട്ട്. അത് ഗം കൊണ്ട് ഒട്ടിച്ച് അപ്പം തന്നെ അത് സെറ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മളത് അങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കണം. ഹാർട്ട് ഷേപ്പിൻ്റെ എൻഡിൽ അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭാഗം എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് ഒട്ടിക്കാനായിട്ട്. ഞാനിപ്പോൾ അത് എടുത്ത് ലാസ്റ്റ് ഭാഗം ഒട്ടിച്ചെടുക്കുന്നത് കാണിച്ചു തരാം. ഞാനപ്പോൾ 1 ടൈം ഒട്ടിച്ചിട്ട് പിന്നെയും കുറച്ചും കൂടെ ഗം തേച്ചതൊരു ഒന്നും കൂടെ ഫിനിഷാക്കി ഒട്ടിച്ചിട്ടോ. കാരണം അത് നന്നായിട്ട് ഒട്ടിയില്ലെങ്കിൽ, അടിയിൽ നന്നായിട്ടൊന്ന് സെറ്റായിട്ടില്ലെങ്കിൽ പിന്നെ അത് പൊളിഞ്ഞു പോരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ ഗം തേച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഹാർട്ട് ഷേപ്പിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ആ അറ്റം ചേർക്കുന്ന മൂലയിൽ കുറച്ച് എക്സ്ട്രാ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡും നമ്മൾ ഗം തേച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഹാർട്ട് ഷേപ്പും കൂടെ അതിലേക്ക് എടുക്കുക. അതിപ്പോൾ സെയിം കളറാണെങ്കിൽ അത്രയും നല്ലത്. എനിക്കിപ്പോൾ സെയിം കളറ് ഞാൻ അന്നേരം
ഓൾറെഡി യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു കളർ അതിനെടുത്തു. അപ്പോൾ ബ്ലൂ എടുത്തിട്ട് ഞാൻ താഴത്ത് ഒന്ന് ഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ താഴത്തുള്ള ഭാഗം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുവാണ്. സെയിം പോലെ ഇതിന് നമ്മൾ ബ്ലൂ കളർ എടുത്തിട്ട് രണ്ട് സൈഡിലും കട്ടിയുള്ള പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ബ്ലൂ കളർ എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബ്ലൂ കളറ് ഹാർട്ട് വരച്ചപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പേപ്പേഴ്സ് കളയാതെ എടുക്കാം നമുക്ക്. പക്ഷേ അത് 1.5 ഇഞ്ചസ് ഒന്നുമില്ല, മറ്റേ റീല് ചെയ്ത പോലെ തന്നെ. ആ റീല് ചെയ്തത് 1.5 ഇഞ്ചസ് ആയിരുന്നു, പക്ഷേ ഇത് 1 ഇഞ്ചസ് ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടയ്ക്കാനുള്ള ആ ഹാർട്ട് ഷേപ്പിലുള്ള അടയ്ക്കാനുള്ളൊരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് ബോക്സിൻ്റെ. അപ്പോൾ അതിന് നമ്മൾ 1 ഇഞ്ചസ് മതി. 1 ഇഞ്ചസിൽ നമ്മൾ ഒരു 1/4 ഇഞ്ചസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷം അതും ഭയങ്കര വലുതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കുണ്ടാവുന്നൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നേക്കാളും ഡബിളായിരിക്കും എന്തായാലും ഉറപ്പാണ്. സോ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സെക്കൻഡ് ഹാർട്ടിൽ നമ്മൾ ഇതുപോലെ തന്നെ ഈ റീല് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. സിമ്പിളാണത്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ ഞാൻ ബോട്ടിൽ ആർട്ട് ഈസി ആയിട്ട് ഇപ്പോൾ വരയ്ക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ബോട്ടിൽ ആർട്ട് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മളിപ്പോൾ ഇതാ സെക്കൻഡ് വണ്ണും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എൻഡിലുള്ള നമ്മൾ ബാക്ക് സൈഡിലുള്ള ഇത് വേറെ കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സെയിം കളർ തന്നെ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് വെച്ചിട്ട് ആണ് ചെയ്തത്. പിന്നെ ഡബിൾ കളർ ആകുമ്പോഴേക്കും ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ടാവുമല്ലോ. ഗിഫ്റ്റ് ബോക്സിൽ നമുക്ക് വേണമെങ്കിൽ എൻഡിൽ അല്ലെങ്കിൽ സൈഡ് ഫുള്ളായിട്ട് ബീഡ്സൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള പോലെ നമ്മുടെ യുക്തിക്കനുസരിച്ച് തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ലുക്കായിരിക്കും. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വണ്ണിൽ കുറച്ച് ഹൈറ്റുണ്ട്, സെക്കൻഡ് വണ്ണിൽ കുറച്ച് ഹൈറ്റ് കുറവാണ്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്, എന്നാലും നമുക്കത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.